രോഹിത്തിനെ പ്രണയമറിയിക്കാൻ കടപ്പാട്ടൂർ വീട്ടിലെത്തി രേവതിക്കുട്ടി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ആരോട് സ്റ്റാലിനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സ്റ്റാലിനാണെങ്കിൽ ബാലചന്ദ്രനെ വളരെ മോശമായിട്ടാണല്ലോ സംബോധന ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ബാലചന്ദ്രൻ ആരാണെന്ന് കൂടി സ്റ്റാലിൻ അറിയില്ല. വൈശയുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞാണ് സംബോധന ചെയ്യുന്നത്. അതായത് വൈശയുടെ കെട്ടിയ ആൾ, വൈശ വിവാഹം കഴിച്ച ആൾ ഒരു മണ്ടനായിരിക്കും, പരമവെട്ടിയായിരിക്കും എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ താൻ ആരാണെന്ന് ഒന്ന് ഓർക്കുന്നുണ്ട്. തുടർന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ആ പമ്പര വെട്ടിയില്ലേ, അത് ഞാൻ തന്നെയാണ്. ഞാനാണ് നിങ്ങളുടെ പഴയ കാമുകിയായ വൈജയന്തിയെ വിവാഹം കഴിച്ചത് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം സ്റ്റാലിന് കുറ്റബോധം തോന്നി തുടങ്ങുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റാലിൻ ആകെ സങ്കടപ്പെടാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ആലോചിച്ചതിന് ശേഷം താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന സ്റ്റാലിനാണെങ്കിൽ ബാലചന്ദ്രനോട് മാപ്പ് പറയാനായിട്ട് തുടങ്ങുകയാണ്. മിസ്റ്റർ മേനോൻ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ വിഡ്ഢി എന്ന് വിളിച്ച് സംബോധന ചെയ്തു. അതിനെന്നോട് മാപ്പാക്കണം എന്ന് പറയുന്നു. നിങ്ങൾ വിളിച്ചതിൽ യാതൊരു തെറ്റുമില്ല സ്റ്റാലിൻ, അത് സത്യം തന്നെയാണ്. ഞാൻ വൈജയന്തിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമായിരുന്നു. അതൊന്നും അന്വേഷിക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല, സാധിച്ചില്ല. അതുകൊണ്ടാണ് ഈ അവസ്ഥ എനിക്കിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. അല്ല മിസ്റ്റർ മേനോൻ, നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ പൂർവ്വകാല കഥകളൊക്കെ തിരിച്ചറിഞ്ഞത്? നിങ്ങൾക്ക് ആരാണ് ഇതെല്ലാം പറഞ്ഞു തന്നത് എന്ന് ചോദിക്കുന്നു. അതെ മിസ്റ്റർ സ്റ്റാലിൻ, നിങ്ങൾ ഒരുപാട് നാൾ മുമ്പ് ഭാര്യ ഗർഭിണിയായിരുന്നപ്പോൾ, നിങ്ങളുടെ അമ്മ മരിച്ച് നിങ്ങൾ നാട്ടിൽ വന്നപ്പോൾ, നിങ്ങളുടെ ഭാര്യയായ, അതായത് കാമുകിയായ, ഭാര്യയെപ്പോലെ ജീവിതം നയിച്ച നിങ്ങളുടെ വൈജയന്തിയെ അവർ തട്ടിക്കൊണ്ടുപോയില്ലേ? ആ സമയം അവൾ ഗർഭിണിയായിരുന്നില്ലേ? എങ്കിൽ ആ ഗർഭിണിയായ വൈജയന്തി ആ കുഞ്ഞിനെ പ്രസവിക്കുകയുണ്ടായി എന്ന് പറയുന്നു. അപ്പോഴേക്കും സ്റ്റാലിനാണെങ്കിൽ അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സ്റ്റാലിൻ പറയുന്നുണ്ട്, ഇല്ല, ഞാനത് വിശ്വസിക്കില്ല, ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ, ഇത് തന്നെയാണ് ശരി സ്റ്റാലി ജോസഫ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കയ്യിൽ നിന്നും അവളെ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി എങ്കിലും അവൾ ആ കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു എന്നതാണ് വാസ്തവം എന്ന് പറയുന്നു. ആ കുഞ്ഞ് 23 വർഷങ്ങൾക്കിപ്പുറം എൻ്റെ കൺമുൻപിൽ വന്ന് നിൽക്കുകയുണ്ടായി എന്ന് പറയുന്നു. ആ കുഞ്ഞു വഴിയാണ് ഞാൻ എല്ലാ സത്യവും തിരിച്ചറിഞ്ഞത് എന്ന് പറയുന്നു. ഇതേ സമയം സ്റ്റാലിൻ ആകെ ഞെട്ടിവിറയ്ക്കുന്നുണ്ട്. തൻ്റെ മകൾ, ഇത്രയും നാൾ എവിടെയായിരുന്നു അവൾ എന്ന് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്. അവൾ ഇത്രയും നാൾ ഒരു അനാഥാലയത്തിലായിരുന്നു. ആ അനാഥാലയത്തിൽ അവൾ വളരുകയായിരുന്നു. ഒടുവിൽ ഒരു വേലക്കാരി എന്ന പോലെ അവൾ എൻ്റെ വീട്ടിലേക്ക് വന്നു കയറി. അമ്മയെ കാണാൻ എന്ന പേരിൽ ആണ് വന്നത്, പക്ഷെ വേലക്കാരി എന്ന കുപ്പായം അവൾ അണിഞ്ഞു. ഒടുവിൽ സത്യങ്ങളെല്ലാം അവൾ മറനീക്കി എന്നെ അറിയിച്ചു എന്ന് പറയുന്നു. അതിൽ നിന്നും കിട്ടിയതാണ് നിങ്ങളുടെയും വൈശയുടെയും ഡീറ്റെയിൽസ് എന്ന് പറയുന്നു. ഇതേ സമയം സ്റ്റാലിൻ തൻ്റെ മകളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ടെന്ന് കാണാം. അതായത് ഞാൻ കാരണം എൻ്റെ മകൾ ഇതുവരെയും ഒന്നും അനുഭവിച്ചിട്ടില്ല. എല്ലാം ആ കൊല്ലപ്പിള്ളിയിലെ വൈജയന്തിയുടെ ആങ്ങളമാർ കാരണമാണ്. അവർക്ക് ആ കുഞ്ഞിനെ വേണ്ടായിരുന്നെങ്കിൽ, എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആ കുഞ്ഞിനെ സ്വത്തുപോലെ, സ്വർണം പോലെ നോക്കിയേനെ എന്ന് പറയുന്നു. എനിക്ക് ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും അറിയില്ലായിരുന്നു മിസ്റ്റർ മേനോൻ എന്ന് പറയുന്നു. എന്തായാലും നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ബാലചന്ദ്രനോട് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വരവിൻ്റെ ഉദ്ദേശം ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു സ്റ്റാലി. അതായത് നിങ്ങളുടെ മകളെ സുരക്ഷിതമായി നിങ്ങളുടെ കൈകളിൽ തന്നെ ഏൽപ്പിക്കുക, അതാണ് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം, ലക്ഷ്യമെന്ന് പറയുന്നു.
അത് കേട്ട ബാലചന്ദ്രൻ പറയുന്നത് കേട്ട സ്റ്റാലിനാണെങ്കിൽ തനിക്ക് ഒരു കുഴപ്പമില്ലാത്ത മാതിരി നിൽക്കുന്നൊരു കാഴ്ച, എന്തിനേയും നേരിടാൻ തയ്യാറാണ് എന്നുള്ളൊരു കാഴ്ചയിലേക്ക് സ്റ്റാലിൻ മാറുന്നുണ്ട് എന്ന് കാണാം. ഇവിടെയാണെങ്കിൽ നമ്മുടെ അലീനയെ കാണാനായിട്ട് രേവതിക്കുട്ടി വരികയാണ് എന്ന് പറയുന്നു. അതായത് സത്യം പറഞ്ഞാൽ രേവതിക്കുട്ടിക്ക് രോഹിത്തിനെ കാണേണ്ട ആവശ്യകതയുണ്ട്, രോഹിത്തിനോട് സംസാരിക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മാമച്ചനെയും ഗ്രേസിയെയും എന്ത് ചെയ്യുന്നു, ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരുന്നു. അവരെ നിർബന്ധിച്ച് രേവതിക്കുട്ടി കടപ്പാട്ടൂർ വീട്ടിലേക്ക് വന്നെത്തുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, വന്നെത്തിയതിന് ശേഷമാണെങ്കിൽ രേവതിക്കുട്ടി അലീന ചേച്ചിയുടെ യാത്രയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എവിടേക്കാണ് അലീന ചേച്ചി പോകാനായിട്ട് പോകുന്നത്, അങ്കിള് എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണ് രേവതിക്കുട്ടി മനസ്സിലാക്കുന്നത് അലീനയെ നല്ല സ്ഥലത്തെത്തിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച ബാലചന്ദ്രമേനോൻ ഇതുവരെയും തിരികെ വന്നിട്ടില്ല എന്ന്. അപ്പോൾ ചേച്ചി എന്നാ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇവള് രേവതിക്കുട്ടി. ഇതേ സമയം അലീന പറയുന്നുണ്ട്, ചേച്ചി സമയം ആകുമ്പോൾ മാത്രമേ പോവുകയുള്ളൂ. അച്ഛൻ വന്ന് അച്ഛൻ എവിടെയാണോ തന്നെ കൊണ്ടുവിടാൻ ആഗ്രഹിക്കുന്നത് അവിടേക്കായിരിക്കും പോയിരിക്കുന്നത്. ഏതാണ്ട് നല്ല ഒരു സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കും അച്ഛൻ എന്നെ വിടാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവരെവിടെ സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ബാലചന്ദ്രമേനോൻ വരുമ്പോഴൊന്ന് കണ്ടിട്ട് പോകാമെന്ന്. എന്തായാലും നാളെ വരുമെന്ന് നമ്മുടെ അലീന പറയുന്നുണ്ട്. ബാലചന്ദ്രമേനോനെ അതിനിടയിൽ അലീന വിളിച്ച് സംസാരിക്കുമ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും നാളെ വരുമെന്ന്. ഇതേ സമയം ഇവിടെ മാമച്ചനും ഗ്രേസിയൊക്കെ വന്നിട്ടുണ്ടെന്ന് അലീന പറയുമ്പോൾ ഞാൻ വന്നിട്ട് പോകാം എന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ സ്റ്റേ അടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രോഹിത്തിനോട് തൻ്റെ മനസ്സിലുള്ള ആ ഒരു ഇഷ്ടം പറയാനായിട്ട് രേവതിക്കുട്ടി മടിക്കുന്നില്ല എന്ന് കാണാം. രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെന്നുകൊണ്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് രോഹിത് ബാലചന്ദ്രൻ. ഇതേ സമയം രോഹിത്താണെങ്കിൽ വളരെയധികം സർപ്രൈസ് ആകുന്നുണ്ട്, ഞെട്ടുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി രേവതിക്കുട്ടിയുടെ ഇഷ്ടം രോഹിത്ത് ആക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ വേണം കണ്ടറിയാൻ. എന്തായാലും അലീന അവളുടെ അച്ഛൻ്റെ കരങ്ങളിലേക്ക് പോകുമെന്നത് തീർച്ചയാണ്. ഇനി രോഹിത് നമ്മുടെ രേവതിക്കുട്ടിയെ സ്വീകരിക്കുമെന്നൊക്കെ കാണണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.